പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ക്രൈസ്തവൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ട മക്കളാണ് ശരിക്കും, അല്ലേ? നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരും പ്രാർത്ഥനയുടെ വ്യക്തികളായിരുന്നു. അബ്രഹാം ആയാലും മോശയായാലും എല്ലാ പ്രവാചകന്മാരും, ദാനിയേൽ പ്രവാചകൻ, എല്ലാവരും പ്രാർത്ഥനയുടെ വ്യക്തികളായിരുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ മാതാവ് പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിരുന്നു. സുവിശേഷത്തിൽ ഈശോ പകൽ മുഴുവനും രോഗികളെ സുഖപ്പെടുത്തിയും വചനം പ്രസംഗിച്ചുമെല്ലാം നീങ്ങുന്ന ഈശോ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നു. ഇനി വിശുദ്ധരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അവരും ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കളായിരുന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പിശാച് ഒരു വിശ്വാസിക്കെതിരെ ഒരുക്കുന്ന കുതന്ത്രങ്ങൾക്കെതിരെയുള്ള അവിശ്വാസിയുടെ പോരാട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പിന്നെ സഭ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയും അവൻ്റെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. സഭ പറയുകയാണ്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഒരുവൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്.